രാമൻ്റെ അവതാര ലക്ഷ്യം രാവണവധമാണ്. അതിപ്പോൾ പലരും മറന്നിരിക്കുകയാണ്. നാരദൻ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരപ്രാപ്തി ഉണ്ടായാൽ മറവി ഉറപ്പാവുകയാണ് പതിവ്. ദശരഥൻ രാമനെ ഇളമയായി അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുകയുമാണ്. അധികാരത്തിൻ്റെ ആകർഷണയിൽ കുടുങ്ങിയാൽ പിന്നെ രാമന് രാവണവധം എങ്ങനെ ഓർമ്മ വരാനാണ്? ബ്രഹ്മാവടക്കമുള്ള ദേവഗണത്തെ സാക്ഷി നിർത്തി ഭൂമിദേവിക്ക് താൻ തന്നെ നൽകിയ പ്രതിജ്ഞയാണ് രാവണവധമെങ്കിലും വിസ്മൃതിക്ക് എന്ത് മരുന്നാണുള്ളത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പ്രകടന പത്രികയ്ക്ക് എന്ത് സംഭവിക്കുന്നുവോ അക്കാര്യമാണ് നാരദരിവിടെ ചൂണ്ടിക്കാണിച്ചത്. കൈകേയിക്ക് രാമനെ ഭരതനോളം തന്നെ ഇഷ്ടവുമാണ്. ആ അമ്മ സ്വമേധയാ രാമാഭിഷേകം മുടക്കുകയായിരുന്നില്ല. മന്ധര എളിതം കൂട്ടിയതുകൊണ്ടാണ് കൈകേയിയുടെ മനസ്സ് മാറുന്നത്. പക്ഷേ കൈകേയിയുടെ മനസ്സിൽ പണ്ടേ സ്വാർത്ഥതയുടെ വിത്തില്ലായിരുന്നുവെങ്കിൽ ഒരു മന്ധരയ്ക്കും ഇത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ഈശ്വരൻ തന്നെ മനുഷ്യനായി വന്നിട്ട് മനുഷ്യനായി എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്നു. അതാണ് രാമായണം. എത്ര വേദനിപ്പിക്കുന്ന അനുഭവം, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് ജീവിതമെന്ന് നമുക്ക് കാണിച്ചു തന്നു. എല്ലാം സന്തോഷത്തോടെ നേരിടാൻ നമ്മെ പഠിപ്പിച്ചു. അയോധ്യയിൽ നിന്നും വനവാസം ചെയ്യണമെന്നുള്ളത് കർത്തവ്യകർമ്മത്തിൻ്റെ ഭാഗമാണ്. വഴിയിൽ ജടായു രാവണനെ തടയണമെന്നുള്ളത് കർത്തവ്യകർമ്മത്തിൻ്റെ ഭാഗമാണ്. യാഗം കർത്തവ്യകർമ്മത്തിൻ്റെ ഭാഗമാണ്. ഏത് കർത്തവ്യകർമ്മത്തിലൂടെ പോകുമ്പോഴും അതിൽ ഉൾപ്പെട്ടവരോരോന്നും ആ ഉൾപ്പെട്ടവരോടൊന്നും എതിർപ്പില്ലാതെ മമതയില്ലാതെ കടന്നു പോകുന്നു. ഇതാണ് രാമായണത്തിൽ നിന്നും നാം പഠിക്കേണ്ടത്. രാമായണ മാസത്തിൽ നമ്മൾ വീട്ടിലും ചുറ്റുപാടുമായി ഇടപഴകുമ്പോൾ ആരോടും എതിർപ്പില്ലാത്തവരായി എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരിക്കണം. കാരണം ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട്. അയോധ്യ സാമ്രാജ്യത്തിൽ രാമൻ്റെ ഏറ്റവും അടുത്ത ഭക്ത കൈകേയിയാണ്. അത് വനവാസവേളയിൽ ആധ്യാത്മരാമായണത്തിൽ കൈകേയിയോട് രാമൻ നേരിട്ട് പറയുന്നു, ഇത്രയും ക്ലേശം സഹിച്ച്, ഇത്രയും പേരുടെ എതിർപ്പ് സഹിച്ച് രാമകാര്യത്തിന് വേണ്ടി നിന്ന അമ്മയില്ലാതെ ആരാണ് എനിക്ക് പ്രിയങ്കരിയായിട്ടുള്ളത്? ആരാണ് എനിക്ക് പ്രിയങ്കരിയായിട്ടുണ്ടാവുക? എൻ്റെ കർത്തവ്യമാണ് വനവാസം. അത് തടയാൻ ആർക്കുമാവില്ല. അത് എൻ്റെ നിശ്ചയമാണ്. അതിന് സഹായിച്ചത് അമ്മയാണ്. അതിനുവേണ്ടി സരസ്വതി നാവിൽ നിന്ന് ഉപദേശിച്ചത് മന്ധരയാണ്. അവരെ എന്തിന് നാം വെറുതെ എതിർക്കണം? അയോധ്യ രാജധാനിയിൽ എത്രയോ തൊഴിലാളികളുണ്ട്. എന്നിട്ടും സരസ്വതിക്കിരിക്കാൻ പറ്റിയ നാവ് മന്ധരയുടേത് മാത്രമായിരുന്നു.
ഞാനിവിടെ അവതാരമെടുത്തത് രാവണ നിഗ്രഹത്തിനാണ്. അത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് അമ്മ ചെയ്തത്. ഇത് രാമൻ നമുക്ക് കാണിച്ചു തരുന്ന ചില തത്വങ്ങളാണ്. നമ്മളെ ആര് നോവിക്കുമ്പോഴും അതിനൊരു കാരണമുണ്ടാവും. അത് ഈ ജന്മത്തിലേതാവണമെന്നില്ല. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മം. അതാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അതിന് നാം കുറ്റം പറയേണ്ടത് ആരെയാ? നമ്മെ തന്നെ. ഈ ജന്മം ഇങ്ങനെയൊക്കെ ആയി എന്നാൽ ഈ ജന്മമെങ്കിലും സത്യന്തയോടെ സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ജന്മത്തിലും നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ സത്സംഗം വേണം, ആത്മീയത പഠിക്കണം. ആത്മീയതത്തിലേക്ക് ഓരോ ഭക്തരും ചുവടുകൾ വെക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെറുതെ ഒന്ന് ചിന്തിക്കും.